കനത്ത ചൂടിൽ വെന്തുരുകി ജോലി ചെയ്ത കോഴിക്കോട് കോർപ്പറേഷനിലെ ഹരിത കർമ്മസേന നെല്ലിക്കോട് മാലിന്യം വേർതിരിക്കുന്ന കേന്ദ്രത്തിലാണ് 30ഓളം സ്ത്രീകൾ അസൗകര്യങ്ങൾക്കിടയിൽ ജോലി ചെയ്യുന്നത്. മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിനിടയിലെ പാമ്പ് ശല്യവും ഭീഷണിയാണ്. കനത്ത ചൂട് കാരണം രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള പുറം ജോലികളൊക്കെ തന്നെ നിയന്ത്രിക്കണമെന്നാണ് നിർദ്ദേശം. പക്ഷേ കെട്ടിടത്തിനകത്ത് ജോലി ചെയ്യുന്ന അവസ്ഥയും വ്യത്യസ്തമല്ല. ഞാനുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിൽ ഹരിതകർമ്മസേന ഓരോ വീടുകളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ വേർതിരിച്ച് കൊണ്ടുപോകുന്ന സ്ഥലത്താണുള്ളത്. നെല്ലിക്കോട്ടെ ഗോഡൌണിലാണുള്ളത്. എനിക്ക് പുറകിൽ കാണാം മല പോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. ചേച്ചിമാർ ഹരിതകർമ്മസേനയുടെ ചേച്ചിമാർ അത് വേർതിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ വലിയ ചൂടാണ്. കാരണം തകർ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച കെട്ടിടമാണ്. 3 ഫാൻ കാണുന്നുണ്ട്. അതിൽ 2 ഫാനാണ് കറങ്ങുന്നത് കാണുന്നത്. 10-30 സ്ത്രീകളുടെ ജോലി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല പാമ്പിൻ്റെ ശല്യമുണ്ടെന്ന് ഇവിടുത്തെ ചേച്ചിമാർ പറയുന്നു. ഇവർക്കാർക്കും ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ പേടിയാണ്. കാരണം നാളെ ഇവർക്ക് ജോലിക്ക് ഇവിടെ വരേണ്ടതാണ്. അതുകൊണ്ട് കൗൺസിലർ KC ശോഭ ചേരുന്നത്. എന്താ അവസ്ഥ ഇവിടുത്തെ? ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ സ്ഥിതി മനസ്സിലാകുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു 10 മിനിറ്റ് പോലും ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല. 3 വർഷത്തിൻ്റെ ഇടയിൽ പലതവണ ഇവർ ഇത്തരം പരിമിതമായ സൗകര്യങ്ങളിലാണ് ഇവർ ജോലി ചെയ്യുന്നതെന്നുള്ളത് പലതവണ പറഞ്ഞിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 2-3 തവണയായിട്ട് പല സഹോദരിമാർക്കും ഇവിടെ ദേഹാസ്വസ്ഥ ഉണ്ടാവുകയും ബോധം കെട്ട് വീഴുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഒരു സ്ഥലത്ത് എന്ത് അപകടം ഉണ്ടാവാം, സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് വരെ പരിശോധിക്കും. അത് പറഞ്ഞു നമ്മൾ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് മല പോലെ കൂട്ടിയിട്ടിട്ട് മുകളിലുള്ള ഇലക്ട്രിക് വയറിൽ മുട്ടിയിട്ടാണ് ഈ മാലിന്യമൊക്കെ തന്നെ ഇരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ തന്നെ തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ടല്ലേ? തീർച്ചയായിട്ടുണ്ട്. ഒരു ബാറ്ററി പൊട്ടി അതിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി. ഞാൻ നോക്കിയിട്ട് ഇവിടെ ഒരു ലാഡർ പോലും ഞാൻ കണ്ടിട്ടില്ല. അടിയന്തരമായിട്ട് ഫാൻ സൗകര്യവും അതുപോലെ തന്നെ ഇവർക്ക് സ്ത്രീകൾ കൂടുതലുള്ളത് ഭക്ഷണം കഴിക്കാനും ഡ്രസ്സ് മാറാനും ഒന്നുള്ളൊരു സൗകര്യം ഇവിടെ ഇല്ല. പാമ്പിനെ പിടിച്ചെന്ന് പറയുന്നു. പാമ്പിനെ ഈ കഴിഞ്ഞ ദിവസം പിടിച്ചിട്ട് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിലേക്ക് വിടുന്നാ പറയുന്നത്. ഇങ്ങോട്ടൊക്കെ തന്നെ വരുന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഒരു 5 മിനിറ്റ് ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ തന്നെ വേർത്ത് കുളിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. നമ്മുടെ നാട് വൃത്തിയാക്കി സൂക്ഷിക്കുന്ന നമ്മുടെ സ്ത്രീകളാണ്, ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളാണ് ഈ വേനൽക്കാലത്ത് ഒരുക്കി നൽകേണ്ടത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്. റിപ്പോർട്ടർ.